ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 18 വചനഭാഗങ്ങളിൽ നിന്ന് 30 ചോദ്യോത്തരങ്ങൾ. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര്? തോല. 2. തോലയുടെ പിതാവ് പൂവ. 3. പൂവായുടെ പിതാവ് ദോദോ. 4. ദോദോ ഏത് ഗോത്രജനായിരുന്നു? ഇസാക്കർ. 5. തോല എവിടെയാണ് ജീവിച്ചിരുന്നത്? എഫ്രായിം മലനാട്ടിലെ ഷാമിറിൽ. 6. തോല ഇസ്രായേലിനെ നയിച്ചത് എത്ര വർഷം? 23. 7. തോല മരിച്ച് അടക്കപ്പെട്ടത് എവിടെ? ഷാമിറിൽ. 8. തോലയുടെ പിൻഗാമിയായി വന്നത് ആര്? ജായിർ. 9. ജായിർ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 22 വർഷം. 10. ജായിറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 30. 11. ജായിറും പുത്രന്മാരും സവാരി ചെയ്തിരുന്നത് എങ്ങനെ? കഴുതപ്പുറത്ത്. 12. ജായിറിൻ്റെ 30 പട്ടണങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഹാവോത്ത് ജായിർ. 13. ജായിർ മരിച്ച് അടക്കപ്പെട്ടത് എവിടെ? കാമൂനിൽ. 14. ജായിർ മരിച്ചതിന് ശേഷം ഇസ്രായേൽക്കാർ ആർക്കെതിരെ പാപം ചെയ്തു? കർത്താവിനെതിരെ. 15. എങ്ങനെയാണ് ഇസ്രായേൽക്കാർ കർത്താവിനെ പരിത്യജിച്ചതും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തതും? 2 തരത്തിലാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1. ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സേവിച്ചു. 2. സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. 16. കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽക്കാരെ കർത്താവ് ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഫിലിസ്ത്യർക്കും അമോന്യർക്കും. 17. ഫിലിസ്ത്യരും അമോന്യരും ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചത് എങ്ങനെ? 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1. ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. 2. ഗിലെയാദിലുള്ള ഇസ്രായേല്യരെ മുഴുവൻ 18 വർഷം പീഡിപ്പിച്ചു. 3. അമോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു. 18. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലരെ അമോര്യർ എത്ര വർഷമാണ് പീഡിപ്പിച്ചത്? 18 വർഷം. 19. അമോന്യർ ജോർദാൻ കടന്ന് ഏതെല്ലാം ഗോത്രങ്ങളോടാണ് യുദ്ധം ചെയ്തത്? യൂദ, ബെഞ്ചമിൻ, എഫ്രായിം. 20. ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചത് എന്ത്? ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തു. 21. കർത്താവ് ഇസ്രായേലരെ ആരിൽ നിന്നെല്ലാമാണ് രക്ഷിച്ചത്? ഈജിപ്തുകാർ, അമോര്യർ, അമോന്യർ, ഫിലിസ്ത്യർ, സീദോന്യർ, അമലേക്യർ, മാവോന്യർ. 22. ഇസ്രായേൽക്കാർ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്തായിരുന്നു? ഈജിപ്തുകാർ, അമോര്യർ, അമോന്യർ, ഫിലിസ്ത്യർ, സീദോന്യർ, അമലേക്യർ, മാവോന്യർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ചിട്ടും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല എന്നായിരുന്നു കർത്താവിൻ്റെ മറുപടി. 23. എത്ര പേരുടെ കരങ്ങളിൽ നിന്നാണ് കർത്താവ് ഇസ്രായേലരെ രക്ഷിച്ചത്? 7. 4. പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവേൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ആര് ആരോട് പറഞ്ഞു?
കർത്താവ് ഇസ്രായേൽ ജനത്തോട്. 25 ഞങ്ങൾ പാപം ചെയ്തു പോയി, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യായവും വാക്യവും എഴുതുക. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 15-ാം വാക്യം. 26 ഇസ്രായേൽക്കാർ ആരെയാണ് തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചത്? അന്യദേവന്മാരെ. 27 ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് രോഷാകുലനായത് ആര്? കർത്താവ്. 28 അമോന്യർ യുദ്ധത്തിനൊരുങ്ങി താവളമടിച്ചത് എവിടെ? ഗിലെയാദിൽ. 29 അമോന്യർക്കെതിരെ ഇസ്രായേലിൽ ജനം താവളമടിച്ചത് എവിടെ? മിസ്പായിൽ. 30 ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞത് എന്ത്? അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവരായിരിക്കും, ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ.